ഈശ്വര, ശ്യാമു ശ്യാമു, എന്താ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പരമ സുഖായിട്ടാ. എന്തൊക്കെയാ ഏട്ടന്റെ വിശേഷങ്ങള്? ഓ, എന്ത് വിശേഷം, അങ്ങനെ പോകുന്നു. 9:30 മണി ആയപ്പോഴത്തേക്കും ഉറങ്ങാൻ കിടന്ന കാലം മറന്നു. 11:30-12 മണി ആയിരുന്നല്ലോ എന്റെ സമയം. അതെ അതെ. അല്ല, ഇനിയിപ്പോ നിനക്ക് നേരത്തെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിലേ നമുക്ക് പഴയ സിസ്റ്റം തന്നെ തുടർന്നാലോ മോളെ? നാളെ തന്നെ നമുക്ക് കേസ് പിൻവലിക്കാം. മിണ്ടാതെ ലൈറ്റ് ഓഫ് ആക്കി കിടക്കുന്നുണ്ടോ? ഉറങ്ങാൻ കിടക്കുമ്പോഴാ ചെണുചെണാന്ന് മോങ്ങാൻ വരുന്നത്. ഏട്ടാ ഏട്ടാ, ഉറങ്ങിയോ? ആ, ഉറങ്ങി. ഉറങ്ങിയില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓ, മിണ്ടാതെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറങ്ങാൻ കിടക്കുമ്പോഴാ ചെന്നി നിങ്ങാന്ന് മോങ്ങാൻ വരുന്നത്. വള്ളി പുള്ളി വിടാതെ തിരിച്ചു കിട്ടി. വേണ്ടടി, നീ വരണ്ട. നിനക്കെതിരെ ഞാൻ ഹൈക്കോടതി കേസ് ഫയൽ ചെയ്യും. സെക്ഷൻ നമ്പർ 64/14 കോടതി അപഹേളിക്കൽ. സെക്ഷൻ നമ്പർ 31/67 ഭാര്യ ഭീഷണിപ്പെടുത്തൽ. സെക്ഷൻ നമ്പർ 62/77C സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടൽ. ഈ രാത്രി തന്നെ ഇത്രയും വകുപ്പുകൾ നിങ്ങൾക്കെതിരിൽ കിട്ടിയെങ്കിൽ 1 മാസം കൊണ്ട് ഞാൻ കോടീശ്വരനാകും. കോടീശ്വരൻ. നിങ്ങൾ അലാറം ഓഫ് ചെയ്ത് എണീറ്റ് പോകുന്നുണ്ടോ? മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കാതെ. നീ ആ അലാറം ഓഫ് ഇട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ടോ? മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കാതെ എല്ലാം കൂടെ വലിച്ചെറിഞ്ഞ് ചവിട്ടി കൂട്ടി ഞാൻ. എനിക്കിപ്പോ എനിക്ക് മനസ്സില്ല. സെക്ഷൻ 20/07 കോടതി അലക്ഷ്യം. കോടതി വിധിയുടെ പരസ്യമായ ലംഘനവും ദൃഢാത്മികതയും. സെക്ഷൻ നമ്പർ 37/43 തന്റെ ജോലി ഭാര്യയുടെ ചുമലിൽ കെട്ടിവെച്ച് പീഡിപ്പിക്കൽ. സെക്ഷൻ നമ്പർ മതി. ഉത്തരവ് പാലിച്ചു. എഴുന്നേറ്റ് പോരെ? പോരാ. 6 മണിക്കുള്ള എന്റെ ബെഡ് കോഫി. ഓ, അതിന് നിങ്ങൾ ബെഡിലല്ലോ. എങ്കിൽ കസേര കോഫി. കടിക്കാൻ കടല ബിസ്ക്കറ്റ് അല്ലെങ്കിൽ മാൽപ്പൊരി. മാൽപ്പൊരി. അമ്മേ, ചായ. അച്ഛാ, ചായ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ. നല്ല അഭിപ്രായമുണ്ട്. ആർക്ക്? എനിക്ക്. ഇതില് പൊടി കൂടുതലാ. എനിക്ക് ഇത്രയും പൊടി കൂടുതലുള്ള ചായ കുടിക്കാൻ കഴിയില്ല. ഞാൻ മധുരമില്ലാത്ത ചായയാണ് കുടിക്കാറുള്ളതെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഞാന് ഇന്നലെ രാത്രി ചാർജ് എടുത്തേ ഉള്ളൂ. ഈ ഓരോന്നോരോന്നായിട്ട് പഠിച്ചു വരുന്നേ ഉള്ളൂ. എല്ലാം ഉടനെ ശരിയാവും. അതുവരെ എല്ലാവരും സഹകരിക്കണം. ഈ സഹകരണം നീ നേരത്തെ ശ്യാമയോട് കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്തായാലും ചായയുടെ കാര്യം ഇന്നിങ്ങനെ അങ്ങ് പോട്ടല്ലേ? അല്ല, ഇന്ന് തന്നെ ശരിയാക്കി തുടങ്ങാം. ആണോ? ആ ചായ അങ്ങോട്ട് കൊടുക്കുന്നു. ശരിയാക്കി തരാം.
അല്ല ചായ ആ. ചായ ശരിയാക്കി തരാന്ന്. ഈ പൊടിയും പഞ്ചസാരയും ഇപ്പൊ ശരിയാക്കി തരാം. അമ്മേ ഓ, ഇങ്ങോട്ട് കൊണ്ടുവരണ്ടില്ലായിരുന്നു, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അയ്യോ. ആഹാ. ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കിയോ? നേരം വെളുത്തു, ഇനിയെങ്കിലും പൊയ്ക്കൂടെ അങ്ങോട്ട്? ബെഡ് കോഫി കുടിച്ചിട്ട് സംസാരിക്കാം. കടല ബിസ്ക്കറ്റ് എവിടെ? അതിന് വാങ്ങിയിട്ട് വേണം. തൽക്കാലം കടലപ്പിണ്ണാക്ക് വേണമെങ്കിൽ എടുത്തോണ്ട് വരാം. രാവിലെ തന്നെ വെറും വയറ്റിൽ എന്നെ കൊണ്ട് സെക്ഷൻ പറയിപ്പിക്കരുത്, മനസ്സിലായോ? എന്തായാലും ആ ചായ അങ്ങ് ചിലവായി. പൊടിച്ചായ, പഞ്ചാര ചായ. ചായ ചൂട് കുറവാ. നാളെ മുതൽ നല്ല ചൂടുള്ള ചായ വേണം എനിക്ക്. ആ, പിന്നൊരു കാര്യം, ഇന്ന് തുടക്കം എന്നുള്ള നിലയ്ക്ക് പറയാ, 9 മണിക്ക് സ്കൂൾ ബസ് വരും. കുട്ടികളെ ഒരുക്കണം. 8:30 ഞാൻ പോവും. നീ എങ്ങോട്ടാ? ജോലിക്ക്. ഈ മാസം വീട്ടിലെ ചെലവ് നടത്തേണ്ടത് ഞാനാണല്ലോ. ആ, വളരെ നന്നായി. അതിന് 8:30 പോകുന്നതിനാ? 9:30 പോയാലും മതി. നിങ്ങൾ സാധാരണ 8:30 പുറപ്പെടാറുള്ളത്? അത് തന്നെയാണ് എന്റെ സമയം. ആ, ബ്രേക്ക്ഫാസ്റ്റിന്റെ പണി ഇപ്പൊ തന്നെ തുടങ്ങിക്കോ. ആ, പിന്നൊരു കാര്യം, പൈപ്പിലെ വെള്ളം കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കരുത്. കിണറിലെ വെള്ളം മാത്രം. ദാ, ആ ബക്കറ്റ് അതിനുള്ളതാ. ഏട്ടാ, മോളുണന്നു. അതിന് ഞാനെന്ത് വേണം? ആ, എനിക്കറിയില്ല, അത് എന്റെ ഡ്യൂട്ടിയല്ല. മക്കളുടെ കാര്യമൊക്കെ നീ തന്നെ നോക്കിയാൽ മതി. എനിക്കിവിടെ അടുക്കളയിൽ 100 കൂട്ടം ജോലിയുണ്ട്. സെക്ഷൻ 19/13C, കൃത്യനിർവഹണത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം. സെക്ഷൻ 14/31, മക്കളുടെ സംരക്ഷണ ചുമതലയിലെ പരസ്യമായ ലംഘനം. സെക്ഷൻ 41/7, ഭാര്യയോട് അപമര്യാദയായി പെരുമാറൽ. ഇയാള് മേടിച്ചു കൂട്ടും. വക്കീലിനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തൽ. സെക്ഷൻ 6, ക്രിമിനലാ ക്രിമിനൽ. 2 മാസം തടിന കടവാ. കഠിന തടവാ. കീഴടങ്ങി. ഓ, നിന്നോട് ആരെത്ര നേരത്തെ എഴുന്നേക്കാൻ പറഞ്ഞത്? നാളെ മുതൽ ഞാൻ പറഞ്ഞിട്ട് എഴുന്നേറ്റാ മതി. വാ, ചുമ്മാ മെനക്കെടുത്തിക്കാനായിട്ട്. രാജീവ, അടുക്കളയിൽ നിന്ന് എന്തോ കരിഞ്ഞു മണക്കണോ? നീ എവിടെയാ? ഓ, എന്തിനാടി വിളിച്ചു കൂവുന്നത്? എനിക്ക് പല്ല് തേക്കണം. പല്ല് ആവശ്യത്തിന് നിന്റെ വായിലില്ലേ? അതിലിഷ്ടമുള്ളത് തേച്ചോ? ബ്രഷും പേസ്റ്റും എന്താ? ഇത്ര കാലമായിട്ട് ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലേ? നാളെ മുതൽ ഇതൊക്കെ സ്വന്തമായിട്ടങ്ങ് ചെയ്തോളണം. നെറ്റായി. രാജീവ, എന്തോ ഭക്ഷണത്തിന് മുമ്പേ കഴിക്കാനുള്ള ഗുളിക എടുത്തുക. ഓ, എന്താ അമ്മേ? ഗുളിക എടുത്തു തരാനേ, ഭക്ഷണത്തിന് മുമ്പേ കഴിക്കാനുള്ളേ. ഇത്ര അടുത്തിരുന്നാലും എടുക്കൂല. അമ്മേ,
ഗുളികേന്റെ കൂടെ വെള്ളം വേണമെന്ന് ഓരോ പ്രാവശ്യം ഞാൻ പറയണോ? ഓ സോറി, ഇപ്പൊ കൊണ്ടുവരാം. നിന്നെ നാളെ മുതൽ ഒരു 4-5 പത്രം കൂടി വരുത്തട്ടെ. വേണ്ട ഏട്ടാ, ഇതിൽ തന്നെ എന്തോരം വായിക്കാനുണ്ട്. ആഹാ, സെക്ഷൻ വല്ലതും ആണെങ്കിൽ ഇപ്രാവശ്യം ഇങ്ങോട്ട് പറഞ്ഞോളൂ. സെക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അച്ഛന്റെ ഗുളി എന്തെങ്കിലും വേണോ? വേണ്ട. ഓ നന്നായി. ആ അമ്മയുടെ മുഖത്ത് എനിക്ക് ടാക്കുന്ന ഒരു തരം ചിരി ഒളിഞ്ഞു കിടപ്പുണ്ട്. പൊടാടുന്നു. അവിടെ ഒരുത്തനും കൂടെ കിടന്നുറങ്ങുന്നുണ്ട്. സ്കൂളിൽ പോകാനുള്ളതാ. എന്തെങ്കിലും എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടാവും. അവനെ ഇനി മുതൽ സ്കൂളിൽ പോണ്ട. വിദ്യാഭ്യാസം നേടുക എന്നുള്ള ഒരു പൗരന്റെ മൗലികാവകാശം നിഷേധിക്കൽ സെക്ഷൻ ഏതാണെന്നറിയോ? ഇല്ല. ഇതിലില്ല, നോക്കിയിട്ട് പിന്നെ പറയാം. ആ പോയി നോക്കിട്ടോ. ഓ വേഗം ഒന്ന് പറയണേ. ഓ ഇതെന്തിനാ എനിക്ക് തിന്നെ എഴുന്നേക്കാ. വേണേ ചെയ്ത് നിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. ഓരോരോ കാര്യത്തിന് എന്നെ വിളിക്കരുത്. നീ കൊച്ചുകുട്ടിയൊന്നുമല്ല, അത് ഓർമ്മ വേണം. അധികം വിളച്ചെടുത്താലേ മൂലയിട്ട് ചവിട്ടി കൂട്ടുക ഞാൻ. വേഗം എഴുന്നേറ്റ് പോകട്ടെ. ഒരു 100 കൂട്ടം ജോലിയുണ്ട്. മോനെ മോനെ എണീക്കടാ. അമ്മയുടെ നല്ല മോനല്ലേ. സമയം എത്രയെന്നറിയോ? ആ അങ്ങനെ പറയലടാ കുട്ടാ. അമ്മയ്ക്ക് അടുക്കളയിൽ ഒത്തിരി പണിയുള്ളതല്ലേ. അമ്മയോട് സ്നേഹമുള്ള പൊന്നുമോനാണെങ്കിൽ അമ്മ 5 വരെ എണ്ണുന്നതിന് മുൻപ് എണീക്കും. 1 2 3. അമ്മയുടെ നല്ല കുട്ടി. ഇനി അമ്മയുടെ ചക്കരക്കുട്ടൻ പല്ല് തേച്ച് മുഖം കഴുകി ഫ്രഷായി അടുക്കളയിലേക്ക് വാ. അമ്മ ചായ തരേ. എന്താടാ, എന്തു പറ്റി? അമ്മേ, ഓ ഇങ്ങനെ പോയാ അച്ഛനിട്ട് ഞാനൊരു പണി കൊടുക്കും. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. മോന്റെ അച്ഛനല്ലേ. എല്ലാം ശരിയാവൂട്ടോ. മോൻ ചെന്ന് പല്ലൊക്കെ തേക്ക് ചെല്ല്. എനിക്ക് ചായ താ. എന്താടാ? ചായ. ചായ? ഈ ചായ കൂടി ശീലമാക്കുന്ന അത്ര നല്ലതല്ല. കട്ടൻ ചായ ഉണ്ട്. കടി വേണം. കൊണ്ടുപോ. ഇത് കൊണ്ടുപോ. പോയി എവിടെയെങ്കിലും എടുത്ത് കുടിക്കേ. അതെ, മക്കളെ യൂണിഫോം ഇസ്തിരിടാൻ മറക്കണ്ട. എന്റെ സാരിയും ബ്ലൗസും കൂടി ഉണ്ട്, അതൊന്ന് തേക്കണേ. അത് തന്നെത്താൻ തേച്ചാ മതി. പിന്നെ മക്കൾ ഇനി മുതൽ ഇസ്തിരിടാ സ്കൂളിലേക്ക് അങ്ങ് പോയാൽ മതി. അതുപോലെ തന്നെ സെക്ഷൻ 6/73 കോടതി വിധിയെ ലംഘിക്കൽ. സെക്ഷൻ 18/41 കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തൽ. സെക്ഷൻ 35/K വൃത്തിയില്ലാത്തൊരു തലമുറയെ വാർത്തെടുക്കൽ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ജയിലിന്റെ കവാടം കണ്ടു തുടങ്ങി. ഈ കവാടത്തിൽ നിന്ന് മാറി നിൽക്ക്. അതെ, എനിക്ക് മാറ്റമുള്ള എടുത്തേ. കുളിക്കാനുള്ള സമയമായി. അതൊക്കെ ഒന്ന് അവിടെ വെച്ച് വേഗം എടുത്തതാ. ഇതെന്തൊരു കഷ്ടമാണ്. കയ്യിലെന്തോ കുരുവാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇട്ടുകൊണ്ട് തേക്കുന്നത് നല്ലത്.
ഇത് അങ്ങേറ്റം അങ്ങേറ്റം സഹിക്കണം. അതെ, ഇന്ന് ഇത്രയൊക്കെ പറ്റിയുള്ളൂ. ഇതുകൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ നാളെ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതങ്ങ് പറഞ്ഞാൽ മതി. അത് ഈ മേശപ്പുറത്ത് റെഡി ആയിരിക്കും. ആണുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല എന്നൊരു ധാരണ ഉണ്ട് ചിലർക്ക്. അത് തിരുത്തണമല്ലോ. ഏതായാലും നനഞ്ഞു. ഇനി കുളിച്ചു കയറിയിട്ട് ബാക്കി കാര്യം. ഈ പറഞ്ഞത് ന്യായം. ഓരോ നേരത്തെ ഭക്ഷണത്തിന്റെ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ സംഗതി എളുപ്പമായിരിക്കും. മിസ്റ്റർ രാജീവൻ എന്തു പറയുന്നു? വക്കീല് പറയും പോലെ. എങ്കിൽ ഞാൻ എഴുതാം. ഓരോരുത്തരായി പറഞ്ഞോളൂ. അത് ഞാൻ തന്നെ പറയാം. എഴുതിക്കോ വക്കീലെ. എനിക്ക് എല്ലാ ദിവസവും ഈ ഉപ്പുമാവ് തന്നെ മതി. എല്ലാ ദിവസത്തേക്കും ഈ ഉപ്പുമാവ് തികയില്ല. കഷ്ടിച്ച് 2 ദിവസത്തേക്ക് കാണും. അത് തന്നെ പുളിച്ചു പോകും. അതല്ല ഞാൻ പറഞ്ഞത്. എനിക്കൊന്നും ഉപ്പുമാവ് മതി എന്നാ. നിങ്ങൾ ഉപ്പുമാവോ ഉപ്പ് പ്ലാവോ എന്ത് വേണമെങ്കിലും കഴിച്ചോ. അതിനിവിടെ ആരും എതിരല്ല. ബാക്കിയുള്ളവർ പറയോ? ആസ് വെൽ ആസ് കുഞ്ഞുമോൾക്ക് എന്താ രാവിലെ വേണ്ടത്? പുട്ടും പപ്പടവും, അല്ലെങ്കിൽ പത്തിരിയും മുട്ടക്കറിയും, അതും അല്ലെങ്കിൽ പഴം പുഴുങ്ങിയതും ബ്രെഡും. ആസുണാസ് ഇനി വലിയമ്മ പറയൂ. ദോശയും ചട്നിയും, അല്ലെങ്കിൽ പത്തിരിയും മീൻകറിയും. പൊറോട്ട കിട്ടിയാൽ വളരെ സന്തോഷം. ഇതൊന്നും കിട്ടിയില്ലെങ്കിലോ? കിട്ടിയില്ലെങ്കിൽ പിന്നെ അച്ഛൻ പറയുന്ന ഡയലോഗ് ഞാനും പറയും. ഞാൻ എന്താ പറയാറ്? അതിവിടെ പറയണോ? ഏത് പറ. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ പറ്റി അച്ഛൻ പറയുന്ന കാര്യങ്ങളെ. അതാണോ? ഇവിടെ ഇപ്പൊ അതല്ലല്ലോ ചർച്ച. അല്ലെങ്കിലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അല്ല വക്കീലെ? ശ്യാമേ, അമ്മ, അച്ഛ കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. ഇല്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. മോൻ പറയൂ. മോനും പറയല്ലേ? മോനും ഞാൻ പറയും. വക്കീല് കേക്കട്ടെ. മോൻ പ്രൊസീഡ്. അതായത് അമ്മ എന്തുണ്ടാക്കി കൊടുത്താലും അച്ഛന്റെ സ്ഥിരം ഒരു ഡയലോഗ് ഉണ്ട്. എന്തോ അടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇതൊക്കെ മനുഷ്യന് തിന്നാനുള്ളതോ അതോ നാൽക്കാലിക്കുള്ളതോ? എന്നും മീൻകറിയും സാമ്പാറും ചമ്മന്തിയും ഉപ്പേരിയും പപ്പടവും. ഇതല്ലാതെ ഒന്നും ഉണ്ടാക്കാറുണ്ട് എനിക്ക്. അതോ ഉണ്ടാക്കലെന്നുള്ള വാശിയോ? നിനക്കെന്തായാലും ഇവിടെ വേറെ പണി? ഓ എന്റെ ഈശ്വര, ഇവളുടെ കൈ കൊണ്ട് വായ്ക്കുരുചായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് മരിച്ചാൽ മതിയായിരുന്നു. ചുമ്മാതല്ല ഈ കേസ് കോടതിയിലെത്തിയത്. ആസ് വെൽ ആസ് ഇനി ശ്യാമ പറയൂ. ബ്രേക്ക്ഫാസ്റ്റിന്റെ മെനു. എന്റെ ഭർത്താവ് ഉണ്ടാക്കുന്നതല്ലേ, എന്ത് കിട്ടിയാലും ഞാൻ കഴിച്ചോളാം. പക്ഷെ നന്നായി വേവണമെന്ന് മാത്രം. പിന്നെ എല്ലാ ദിവസവും ഒരേ ഭക്ഷണം തന്നെ ഉണ്ടാക്കരുത്. ഓക്കെ, ഇനി മാതാപിതാക്കൾ പറഞ്ഞോളൂ. ഞാനൊന്നും ചപ്പാത്തിയാ കഴിക്കുക. അതിനൊരു കറി വേണം, എരുണ്ടാവരുത്. എനിക്ക് രാവിലെ പത്തിരി മാത്രമേ ശരിയാവുള്ളൂ. അതിൽ തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്ത് കഴിച്ചാ വയറിന് നല്ല സുഖാ. അതുകൊണ്ട് എനിക്കത് മതി. എനിക്കൊന്നു രാവിലെ കുഴിമന്തി മതി. പിന്നെ രാത്രി ഉറക്കമൊഴിഞ്ഞിരിക്കുമ്പോൾ കേട്ടാനന്ദിക്കാൻ ജുഗൽ ബന്ദിയുടെ ഒരു ഓഡിയോ CD സംഘടിപ്പിക്കണം. ഇനി മറ്റു നേരത്തെ ഭക്ഷണത്തിന്റെ ഡിമാൻഡുകൾ ഓരോന്നോരോന്നായി പറഞ്ഞോളൂ. ചോറിന് ഉപ്പേരി അച്ചാറും മീൻ ഫ്രൈ നിർബന്ധം. മുളകരച്ച കറിയാണെങ്കിൽ ചമ്മന്തി ഉണക്കമീനും. പച്ചക്കറി ആണെങ്കിൽ പപ്പടവും, പിന്നെ ഇറച്ചിയോ മീനോ പൊരിച്ചതും. എനിക്ക് മീൻ കറിയായിട്ട് മതി, പൊരിച്ചത് വേണ്ട. പക്ഷെ നന്നായി വേവണമെന്ന് മാത്രം. പിന്നെ എല്ലാ
അപ്പോൾ തൽക്കാലം ഇത്രയും മതി. ഇനി ഓരോ നേരവും അതാത് സമയത്ത് ആവശ്യമായ ഇടപെടലുകൾ നടത്തി ഭക്ഷണരംഗം മെച്ചപ്പെടുത്താവുന്നതാണ്. അതിനെല്ലാവിധ സൗകര്യങ്ങളും മിസ്റ്റർ രാജീവന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഉറപ്പ് വക്കീലെന്നെ കൊടുത്താൽ മതി, എന്നെ കൊണ്ടിരുന്നു വയ്യ. ഇത്രയും കാലം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച ഭക്ഷണം ഓരോ നേരവും മിസ്സിസ് ശ്യാമ ഉണ്ടാക്കിയിരുന്നോ? അങ്ങനെ ചോദിച്ചാ ദാ ഇവര് പറയട്ടെ. യെസ്, അപ്പോൾ നടക്കാത്ത കാര്യമല്ല. ആസ് ഇറ്റ് ഈസ്, ഇനി ഇത് ലംഘിച്ചാൽ സെക്ഷൻ 26/47 ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആക്ട് അനുസരിച്ച് ജയിലിൽ കിടന്ന് സാമ്പാറും ചപ്പാത്തിയും ഉണ്ടാക്കലും കഴിക്കലുമായി വർഷങ്ങൾ തള്ളി നീക്കേണ്ടി വരും. മിസ്റ്റർ രാജീവൻ, ഇവിടെ വരൂ. ഓ, ഈ സംഹിതകൾ ഏറ്റുവാങ്ങൂ. ഇന്നെന്തായാലും കുഴിമന്തിയില്ല. ഇത് കുഴിച്ചിടുന്നതിന് മുമ്പ് ഇതകത്താക്കാം. എന്റെ ഈശ്വര, ഇത്രയും വലിയ പരീക്ഷണങ്ങൾ സഹിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തിട്ടുള്ളത്? സ്വസ്ഥായിട്ടിരുന്ന് ആലോചിച്ച ഇപ്പൊ പറഞ്ഞതിന്റെ ഉത്തരം കിട്ടും. ആ, എനിക്ക് പോവാൻ സമയമായി. ഉച്ചയ്ക്കുള്ള ഭക്ഷണം പാത്രത്തിലാക്കി വേഗം താ. എന്റെ ചെരുപ്പ് എവിടെ? എന്തോ ചെരുപ്പേ? ചെരുപ്പ് നിന്റെ ചെരുപ്പ് അങ്ങോട്ട് തിരിച്ചു വെക്കണോ ഇങ്ങോട്ട് തിരിച്ചു വെക്കണോ? ആ പാത്രം താ. കറിയുടെ പാത്രം എവിടെ? ഇന്ന് കറിയുടെ ആവശ്യം ഉണ്ടാവൂല. അതെന്താ, ഇന്ന് ബിരിയാണിയാണോ? ഉപ്പുമാവാ. ഇന്ന് ഞാൻ ഹോട്ടലിൽ കഴിച്ചോളാം. നാളെ മുതൽ ഈ പരിപാടി നടക്കില്ല. ചോറും കറിയും വേറെ വേറെ പാത്രത്തിലാക്കി തരണം. അങ്ങനെയാണല്ലോ ഇത്രയും കാലം ഞാൻ ചെയ്തത്. ഈ ചെരുപ്പൊക്കെ ഒന്ന് തുടച്ചു വെച്ചോടെ നിങ്ങൾക്ക്? ഇവിടെ എന്താ മലമറിക്കുന്ന പണിയുണ്ടോ? ചെരുപ്പ് ഞാൻ തുടച്ചു വെക്കാനോ ഈ തിരക്കിനിടയിൽ? ഈ ഷൂ ഒന്ന് പോളിഷ് വെച്ചോടെ എനക്ക്? ഇവിടെ എന്താ മലമറിക്കുന്ന പണിയുണ്ടോ എനക്ക്? 3 നേരം വെട്ടി വിഴുങ്ങി ചേർത്ത ഈ തടിയൊന്ന് ഇളകിക്കോട്ടെ ശ്യാമേ. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുമ്പോ ഇതുപോലെ ഒരു ഡയലോഗ് കേട്ടാൽ നല്ല സുഖമായിരിക്കും. ഇപ്പൊ മനസ്സിലായി.